ഇനി കേരളത്തിൽ ഈ സ്വർണം പിടുത്തം വേണ്ട, ഇഷ്ടം പോലെ പോയിക്കോട്ടെ, പോലീസ് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടതില്ല. ആ ഒരു സമീപനം നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല. ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടവരെ ന്യായീകരിച്ച് പോലീസിനെ നിർവീര്യമാക്കി സ്വർണം കടത്ത് നിർബാധമായി നടത്തണം എന്ന ആഗ്രഹം സ്വർണ്ണക്കടത്തുകാർക്കുണ്ടാവും. അതിന് നമുക്ക് കൂട്ടുനിൽക്കാൻ കഴിയില്ല. ഇതാണ് ഞാൻ പറഞ്ഞ കാര്യം. സ്വർണവും ഹവാലപ്പണവും കടത്തുന്നവരെ ശക്തമായി നേരിടുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്ന് ഒരു തരത്തിലും പിന്മാറാൻ കഴിയില്ല. പോലീസിനെ പിന്മാറ്റണം എന്ന് ഉദ്ദേശിക്കുന്നവരുണ്ടാവും. അതിനും വഴങ്ങിക്കൊടുക്കാൻ കഴിയുന്ന കാര്യം. സ്വർണ്ണക്കടത്ത് അവസാനിപ്പിക്കാനുള്ള നടപടികൾ കൂടുതൽ ശക്തമാക്കുമെന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാക്കാനുള്ളത്. ഇതില് 3 വർഷം എടുത്താൽ 147.79 കിലോ സ്വർണം പിടികൂടി. അതില് മലപ്പുറം ജില്ലയിൽ മാത്രം പിടികൂടിയത് 124.47 കിലോ സ്വർണമാണ്. 2020 മുതൽ സംസ്ഥാനത്താകെ 122.5 കോടി രൂപയുടെ ഹവാല പണമാണ് പോലീസ് പിടിച്ചെടുത്തത്. അതില് 87.22 കോടി 22 ലക്ഷം രൂപ മലപ്പുറത്ത് നിന്ന്.